സോ ഹലോ ഗൈസ് വാട്സപ്പ് ഞാൻ സ്വന്തം മറ്റു ഗെയിമിനെ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോഴത് മിനി വേൾഡിലാണ്. ഏത് കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളതാണ്ട് ഏകദേശം ഇത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ എൻ്റെ പോർട്ടൽ വരെ കണ്ടെത്തിയായിരുന്നു. ബട്ട് യൂസ് ഒന്നും ഇല്ലേ, എന്ത് പറ്റി ഗൈസ്, നിങ്ങൾ പഴയതുപോലെ പവർ ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ, എനിവേ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും എൻഡിലേക്ക് പോവാണ്. എൻഡിലേക്ക് ഡ്രാഗൺ അടിച്ചിടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വീട് വരെ പോയിട്ട് ബോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് പോകും. അതേപോലെ ആരോഗ്യം എടുത്തിട്ട് വന്നിട്ട് എന്താണ് ഈ ജമ്പ്. സോ ഗൈസ് എത്തിയിട്ടുണ്ട്. അവിടെയാണ് സംഭവം. നൈസായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ കരം പൊക്കാണ്. എന്നാലും പോലെ കേസ് ഇത് മൊത്തം പൊടിച്ച് പൊക്കത്തി കയറണം. ഡ്രാഗൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഓരോന്ന് പൊടിക്കാൻ പോകണം കിസ്. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. നമ്മളെ ഡ്രാഗനെ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല ഗീസ്. ഡ്രാഗനെ ലാസ്റ്റ് ഫൈൻ നമുക്ക് ശ്രദ്ധിക്കാം ഗീസ്. ഏകദേശം ഡ്രാഗനെ കഷ്ടപ്പെടി പോലെ ടച്ച് കേൾക്കുന്നു. അത് മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാം പൊളിക്കുക, കൊല്ലുക, അത്ര മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ ഗൈസ്. ചത്തടാ ഡേ, അതെന്തടാ പറ്റിയേ? ഞാൻ ചെയ്ത ശരി, ഞാൻ കുനിഞ്ഞൊന്നുമില്ലടാ, അതായിട്ടും പറ്റിയ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ബ്ലോക്ക് വെറുതെ ആയല്ലോ. കിട്ടൂലേ? കിട്ടിയത് കൊണ്ട് ഓണം പോലെ. ഒരെണ്ണം പൊട്ടിച്ചിട്ടുള്ളൂ ഗേസ്. ഇനി എത്രണ്ണം പൊട്ടിക്കാൻ കിടക്കുന്നു. അത് പൊട്ടിച്ചു. രണ്ടെണ്ണം പൊട്ടിച്ചു. അയ്യോ, അറിയോ, ഞാൻ അടിച്ചില്ലടാ. രണ്ടുപേരുണ്ടോ? മുന്നിൽ വേടാ. ഫ്രണ്ടി വേടാ. അടിച്ചിടാനും സമ്മതിക്കില്ല. ഇതില്ല അതും പൊട്ടിന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞൂടെ ഗൈസ്. അതും പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതൊക്കെ പൊട്ടിക്കാനുള്ളത്? നമുക്ക് ഇത് കയറി പൊട്ടിക്കാൻ കേസ്. ഡ്രാഗൺ കോർഡറൊക്കെ നടക്കട്ടോ. ഡ്രാഗണിനെ അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആർമറിൻ്റെ നല്ലോണം അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും മനസ്സിലാവാം. പിന്നെ മൈൻഡ് ചെയ്യാണ്ട് വിടാം കേസ്.
അത്യാവശ്യം ഡാമേജ് പറ്റിയിട്ടുണ്ട്. ചെറിയ ഡാമേജ് പറ്റുള്ളൂ കേട്ടോ, വിചാരിച്ചത്ര ഡാമേജ് ഇല്ല, എന്നാലും ഡാമേജ് ഉണ്ടേ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതും പൊട്ടിച്ചു. അതെത്തി ഫിനിഷ് ചെയ്ത്. ഇതെന്താ സാധനം? ഇതെന്താ? ആ സോറി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണേ, അല്ലാണ്ട് കാര്യം നടക്കില്ല. സാധനം മാറിപ്പോയി വെറുതെയല്ല. ഓ, ഞാൻ ഇവിടെ കുത്തിക്കൊണ്ടിരിക്കുക, പിന്നെ പോവോ? ഒന്നും ചെയ്യില്ല. അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഡ്രാഗൻ എൻ്റെ കൈ വെച്ച് ഇവിടെ സത്യം പറഞ്ഞപ്പോൾ ചാവേണ്ട സമയം കഴിഞ്ഞു. അത്രയ്ക്കും നമ്മുടെ എൻ്റെ കയ്യിലുള്ള ആർമേഴ്സ് അത്ര OP ആർമർ ആയതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്ത ഡേയ്സ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാത്ത് 12 ടൈം കഴിഞ്ഞ ഡേയ്സ് 100% ഉറപ്പാണ്. ഞാൻ കഷ്ടപ്പെട്ട് കയറിയതായിരുന്നു. ഇതെൻ്റെ പുറകെ നടക്കാൻ തോന്നുന്നു. ഇതെൻ്റെ പുറകെ നടക്കുക തന്നെയാണ്. നല്ല അടി അടിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാം പുറകെ നടക്കുക. അതും വെച്ചത് എൻ്റെ കയ്യിൽ ഇതില്ലടാ, കുറവാണ്, അതാണ് വിഷയം. ഈ സാധനം പുറകെ നടക്കൂടെ എന്നെ തല്ലാൻ വേണ്ടിയിട്ട്. ഡ്രാഗൻ നല്ല പുറകെ വന്നിട്ട് കേട്ടോ. ഈ ഡ്രാഗന് നല്ല പവർ ഓടിയിട്ടുണ്ട്, അത് ഉറപ്പിച്ചു. എനിക്ക് ബ്ലോക്കിലൊക്കെ ഇപ്പോൾ സാധനം ഞാൻ എന്തെങ്കിലും പറയിട്ട് എൻ്റെ ബ്ലോക്കിലാണ്ട ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. കയറിയത് എന്നാൽ ഞാൻ ഇത് മൊത്തം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യ ഉറപ്പാണ് പൊട്ടിച്ചു. കേസ് എൻ്റെ അന്ത്യമായിരിക്കും കേസ് ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ. അതും പൊട്ടി. അതും പൊട്ടി. അതും പൊട്ടി. നിസ്സാരം. വാടാ മോനെ വാ. എൻ്റെ അന്ത്യം സ്റ്റക്കായിപ്പോടാ.
അതിന്റെ ഇട്ടൊക്കെ വേറെ ആരോ എന്നെ അടിക്കുന്നതാ. ഇതിനെ ആരോ ഇടാൻ പാടില്ലല്ലേ, അത് ഞാൻ മറന്നു. ഇത് സമയം അടിക്കാൻ കിട്ടിയില്ല ഗൈസ്. അയ്യേ പൊങ്ങിയും പോയി. കുറെ നേരം അടിക്കാൻ പറ്റിയില്ല. അബദ്ധം. കുറെ മിസ്റ്റേക്കുകൾ ചെയ്ത്, കുറെ ദിവസം നമ്മൾ കളിക്കാത്ത ഇരുന്നതിൻ്റെ കുറെ മിസ്റ്റേക്കുകൾ ചെയ്ത്. സത്യം തന്നെ എൻ്റെ പണ്ടത്തെ കളിയായിരുന്നു ഇപ്പം ഞാൻ കൊന്നിട്ടുണ്ടായിരുന്നു. എടാ ഇപ്പോഴത്തെ ഡ്രാഗൺ ഭയങ്കര പവർ കൂടിട്ടോ. ഇവിടെ മൊത്തം ഇതാക്കിയടാ ഇവൻ. എനിക്ക് പണിയൊന്നറ. എങ്ങനെ വരുന്നല്ലേ മൊത്തം എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെ ഞാൻ വരാനാ നിന്നെ കൊല്ലാൻ? ഞാൻ ഇടയ്ക്ക് സെറ്റ് ആവുന്നില്ല, എൻ്റെ കൈ സെറ്റ് ആവുന്നില്ല. കളിക്കാതിരുന്നതിൻ്റെ പ്രോബ്ലങ്ങൾ. അവന് ഇവിടെയും വരുന്നുണ്ട്. ഇതാ വരുന്ന അവൻ്റെ മരുന്നല്ല, അതിനും വലിയ സാധനമാണ് ഇതിനെക്കുറിച്ച്. ഒന്നറ മക്കളെ, ഞാൻ അവനെ ആർമറൊക്കെ നിലത്താവട്ടെ. ഒരു നിമിഷം നേരം കൊണ്ട് ആർമസൊക്കെ ആയി ചെയ്യാനും കഴിഞ്ഞു. കഴിഞ്ഞോ? ശരി, അപ്പം എൻ്റെ ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഉണ്ട്. അത് പിന്നെ ചെയ്യാലോ. ഓടോ, എനിക്ക് ഒരു സാധനം ഇല്ലല്ലേ, അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നേ. എനിക്ക് ഷീൽഡ് ഇല്ല, ഞാൻ ഷീൽഡ് എടുത്തിട്ടില്ല. ഇനി എന്താണ്, ഞാൻ ഇവിടെ തന്നെ തങ്ങാൻ പോണ ബിസ്. ഇവിടെ തങ്ങിയിട്ട് ഈ എഗ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം ബിസ്. ആവശ്യം വരും. കിട്ടിയോ? യെസ് കിട്ടി. താങ്ക് യു എഗ്, താങ്ക് യു എനിക്ക്, താങ്ക് യു. ഇതാണ്ട് നമ്മുടെ അടുത്ത സംഭവം നമുക്ക് കിട്ടി ഗൈസ്. നമ്മുടെ അതിൻ്റെ പേര് വിട്ടുവരെ. അതാണ് ഈ സാധനം. ഏകദേശം ഉണ്ടാവും. ലെറ്റർ എടുക്കാൻ പോകാൻ വേണ്ടി ആ സിറ്റിയിലേക്ക് പോകും. ആ സിറ്റീൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടാ സത്യം പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചടിക്കാൻ ഗൈസ്. ഇതേമാതിരി പോലത് ഇതാണ്. ഓക്കെ, എത്തി ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ചെയ്യാം. ഇത് എത്ര ദൂരം നടക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡായിട്ട്